ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ ജി സുധാകരന്റെ സ്വാധീനം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാകെ തന്നെ പ്രതിഫലിക്കാൻ പോകുന്നത്? അമ്പലപ്പുഴ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബന്ധുബലത്തെക്കുറിച്ച്, ആളുകളുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ ഇത് അമ്പലപ്പുഴയിൽ മാത്രമല്ല, സമീപത്തെ കായംകുളത്തും കുട്ടനാട്ടിലും ഒക്കെ തന്നെയും അത് പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഒരു സ്വാധീനം ഈ തിരഞ്ഞെടുപ്പ്, ഈ മേഖലകളിലെ തിരഞ്ഞെടുപ്പിലും ബാധിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങ് നിഷേധിക്കുമോ? ഞാൻ ആ നിലയിലേക്ക് ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ ഈ അദ്ദേഹം മത്സരിക്കാൻ പോകുന്നുവെന്ന് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അമ്പലപ്പുഴ അസംബ്ലി നിയോജകമണ്ഡലത്തിന് പുറത്തേക്ക് ആലപ്പുഴയിലെ തന്നെ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലൊക്കെ ഏറെയും കുറഞ്ഞും ചില സ്വാധീനങ്ങൾ ചെലുത്തിയേക്കാം എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അദ്ദേഹം 2000 വീട് പറഞ്ഞതും അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെടുത്തിയല്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത് തനിക്ക് വിവിധ താലൂക്കുകളിലായി ചെങ്ങന്നൂർ, മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകൾ, അമ്പലപ്പുഴ താലൂക്കുകളിലടക്കം എല്ലാ താലൂക്കുകളിലും ഈ ബന്ധുജനങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജൂബിലി ടീച്ചറുടെ ബന്ധുക്കൾ അമ്പലപ്പുഴ പ്രദേശത്താണുള്ളത്. അങ്ങനെ വലിയ ഒരു ബന്ധുബലം മറ്റ് താലൂക്കുകളിലുണ്ട്. അവർക്കാർക്കും പക്ഷെ ഞാൻ ഫേവറൊന്നും ചെയ്തിട്ടില്ല, ഒരു ജോലി പോലും അവർക്കാർക്കും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് എടുത്ത് പറഞ്ഞ ആ സന്ദർഭത്തിൽ പറഞ്ഞത്. സോറി, അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇലക്ട്രൽ ഇമ്പാക്ട് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരു മാർഗം എന്നുള്ളത് എനിക്ക് അദ്ദേഹം പറഞ്ഞതായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ശ്രീ ജയേന്ദ്രൻ, അദ്ദേഹത്തിന് ആ സ്വാധീനമുണ്ടല്ലോ. അദ്ദേഹം ജി സുധാകരൻ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരിക്കുന്നത് അദ്ദേഹം CPIMന്റെ നേതാവായിരിക്കുന്ന കാലത്താണ്. അതാണ് അദ്ദേഹം സംസാരിച്ചതും. ആ കാലഘട്ടത്തിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് അദ്ദേഹം സ്വയം പാർട്ടിക്ക് പുറത്തു പോയിരിക്കുന്നയാളാണ്. അദ്ദേഹം പാർട്ടിയിൽ ഇന്നില്ല. പാർട്ടിയിലില്ലാത്ത ജി സുധാകരന് അദ്ദേഹത്തിന്റെ സ്വന്തം ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടല്ലോ. ആ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് പുറത്തേക്ക് CPIMന്റെ നേതാവ് എന്നുള്ള നിലയിൽ മുൻ നേതാവ്, CPIMന്റെ മുൻ നേതാവ് എന്നുള്ള നിലയിൽ വലിയ ഒരു സ്വാധീനം ചെലുത്താൻ, അല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം കരുതുന്ന സ്വാധീനം അങ്ങോട്ട് റേഡിയേറ്റ് ചെയ്യും എന്ന് കരുതാനും മാത്രം ഉള്ള ഒരാളാണ് ജി സുധാകരൻ ഞാൻ വിചാരിക്കുന്നില്ല. മറുഭാഗത്ത് CPIMന്റെ മെഷീനറിയെ കുറിച്ച് താങ്കൾക്കും അറിയാമല്ലോ സ്മൃതി. CPIMന്റെ സംഘടനാ സംവിധാനം എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. സംഘടനാപരമായി അവരും കൂടുതൽ ദൃഢീകരിക്കാനല്ലേ ശ്രമിക്കൂ. ഇത്തരത്തിൽ സുധാകരനെ പോലൊരാൾ മറുപക്ഷത്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ഷന്റെ സമയത്ത് തങ്ങൾക്ക് എതിർപക്ഷത്ത് നിൽക്കുന്നത് എത്രത്തോളം ഈ നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് കണക്കാക്കാനുള്ള സംഘടനാ സംവിധാനങ്ങളും അതിനുള്ള മറ്റെല്ലാ കാര്യങ്ങളും അവർക്കുമുണ്ട് അതുപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത്തരത്തിലൊരു ബലാബല ഈ കണക്കാക്കുന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് പോകാൻ സാധ്യതയില്ല. സുധാകരൻ ഒരു പക്ഷത്തും മറുപക്ഷത്ത് CPIM എന്നുള്ള നിലയിൽ ബലാബലമായിട്ടല്ല ഇതിനെ കണക്കാക്കേണ്ടതും അങ്ങനെയല്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളിലാണ് ഞാൻ ഊന്നുന്നത്. ഇത് ഇപ്പോഴല്ല, 2021 ഏപ്രിൽ 11 സുധാകരൻ ആലപ്പുഴ വെച്ച് തന്നെ, അറിയാമല്ലോ 2021 ഏപ്രിൽ 6 തെരഞ്ഞെടുപ്പ്. അതിനുശേഷം 5 ദിവസം കഴിഞ്ഞ് 2021 ഏപ്രിൽ 11 അദ്ദേഹം ആലപ്പുഴയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറയുന്നത്, എൻ്റെ പാർട്ടിയിലടക്കം എല്ലാ പാർട്ടികളിലും പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉണ്ട്. ആലപ്പുഴ ജില്ല അടക്കം എല്ലാ ജില്ലകളിലുമുണ്ട്. ഇന്നും അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്. ആ പൊളിറ്റിക്കൽ ക്രിമിനൽസിൻ്റെ ഒരു നെക്സസ് അതെല്ലാ പാർട്ടികളിലുമായി നിലനിന്ന് പോരുന്നുണ്ട്. അത് കൂടുതൽ ശക്തിയാർജിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിമർശനം. അത് എത്രത്തോളം CPM അഡ്രസ് ചെയ്യും എന്നുള്ളത് CPM ആണ് മറുപടി പറയേണ്ടത്. പക്ഷെ അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ വിയോജിക്കുന്നത്, അല്ലെങ്കിൽ വിമർശിക്കുന്നത് ആ മേഖലയിലേക്കാണ്. അത് CPMൽ മാത്രമല്ല താനും ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉള്ളതെന്ന് നമുക്കും അറിയാതെ. അദ്ദേഹം അതങ്ങനെ തന്നെയാണ് പറയുന്നത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ആ പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉണ്ട്, CPMലും ഉണ്ടത്. അത് ഇപ്പോൾ കുറഞ്ഞിട്ടില്ല, നിലനിന്ന് പോകുന്നു. ഒരു പരിധിവരെ കൂടിയിട്ടുണ്ടെന്ന അഭിപ്രായം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതാണ് കാര്യം. പിന്നെ പ്രിയപ്പെട്ട ശ്രീകുമാർ പറഞ്ഞതിലുള്ള ഒരു സാങ്കേതികമായ പിഴവ് എന്താണെന്നറിയാമോ സ്മൃതി? ഈ 22
എറണാകുളം സംസ്ഥാന സമ്മേളനത്തിലാണ് 2022 കാര്യം പറയുന്നത് ആണ് ജി സുധാകരൻ തന്നെ ഇനി സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്നത് എന്ന് അങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണനാണ് പാർട്ടി സെക്രട്ടറി. അദ്ദേഹത്തിന് എഴുതി കൊടുക്കുകയാണ് പുതിയ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് തന്നെ പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് എഴുതി കൊടുക്കുകയാണ്. അത് കോടിയേരി പറഞ്ഞ അങ്ങനെയല്ല, അത് പാർട്ടി സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചുള്ളൂ. അങ്ങനെയല്ല, ഞാൻ ആലപ്പുഴ തന്നെ നിൽക്കുകയാണ്, എനിക്ക് സംസ്ഥാന കമ്മിറ്റി അംഗമായി എന്നെ പരിഗണിക്കേണ്ടതില്ല. അദ്ദേഹത്തിന് ഘടകം നിശ്ചയിക്കാനായിട്ട് പിന്നീട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനമൊക്കെ വന്ന ശേഷമല്ലേ? ഏതെങ്കിലും ഘട്ടമുണ്ടോ അതിന്? അല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനമൊക്കെ വന്ന സമയത്തല്ലേ? അല്ലല്ലല്ലല്ല അന്ന് ആ തീരുമാനമൊന്നുമില്ല. അന്നപ്പോഴാണ് തീരുമാനം 2022 തീരുമാനം. ഞാൻ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിന്റെ കാര്യമാണ് പറയുന്നത്. ശരി. അപ്പോൾ പിന്നെ രണ്ടാം പിണറായി മന്ത്രിസഭ വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ എന്നിട്ട് പാർട്ടി സമ്മേളനം തീരുമാനിക്കുന്നത് അത് ആലപ്പുഴയാണല്ലോ അദ്ദേഹത്തിൻ്റെ സ്ഥിരതാമസം. അപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കട്ടെ ഘടകം ഏതാണെന്നുള്ളത്. അവർ തീരുമാനിക്കുന്നു. ജില്ലാ കമ്മിറ്റി കേന്ദ്രീകരിച്ചൊരു ഘടകമുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ചായിട്ടാണത് വെച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നു. അല്ല സാധാരണ CPM-ന്റെ ബ്രാഞ്ച് സംവിധാനം പോലെ ബ്രാഞ്ച് സംവിധാനം അല്ലാതെ അത് അഭിഭാഷക ബ്രാഞ്ചാണ്. അതിൽ ജി സുധാകരനെ കൂടെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ സ്പെഷ്യൽ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് ജി സുധാകരൻ അംഗമായി എത്തുന്നത്. അതാണ് അതിൻ്റെ വസ്തുത. അല്ലാതെ അതുപോലെ തന്നെ താങ്കൾ പറഞ്ഞല്ലോ, ശ്രീകുമാർ തന്നെയാണ് പറഞ്ഞത്, മുഖ്യമന്ത്രി ചായ കുടിക്കാൻ വിളിച്ചു പിരിഞ്ഞു. അതപ്പോഴല്ല, അതെപ്പോഴാണ് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ശാസിച്ചു എന്ന് പറയുന്നല്ലോ സ്റ്റേറ്റ് കമ്മിറ്റി. അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ തനിക്ക് മുഴുവൻ വിവരങ്ങളും പറയാൻ സാധിച്ചു. അതുകൊണ്ട് പുറത്താക്കലുണ്ടായില്ല. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും മുഖ്യമന്ത്രി വിളിക്കുന്നു. അങ്ങനെ ക്ലിഫ് ഹൗസിൽ പോവുകയാണ് ചെയ്യുന്നത്. അത് ആ ഘട്ടത്തിലാണ്, അദ്ദേഹത്തെ ശാസിക്കുന്ന ഘട്ടത്തിൽ ഉള്ള സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞപ്പോഴുള്ള കാര്യമായിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. നമ്മളൊരാളെ മിസ്കോട്ട് ചെയ്യരുതല്ലോ, അദ്ദേഹം പറയുന്നത് കൃത്യമായിട്ടാണല്ലോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആ വിവരം കൃത്യമായി പറഞ്ഞത്. അതിൻ്റെ അപ്പുറത്തേക്ക് സുധാകരൻ പിന്നെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുടെ വ്യാപ്തിയും അതിന്റെ സ്വാധീനവും എത്രത്തോളം ഉണ്ട് എന്ന് അളക്കേണ്ട സമയം ഇപ്പം ആയിട്ടില്ല എന്നാണ് എൻ്റെ പക്ഷം. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.